Welcome to my YouTube channel, Papa and Girl from Canada. So, കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കിട്ടിയൊരു പേരെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ ഡോഗ്സിനെയോ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ ഡേ ഇൻ മൈ ലൈഫല്ല കൂടുതൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഡേ ഇൻ വേറെ ലൈഫാണ്. സോ ഞാനിവിടെ 1 year വന്നിട്ട്, അപ്പോൾ നമ്മൾ എപ്പോൾ പുറത്തിറങ്ങിയാലും എല്ലാവരുടെയും കയ്യിൽ ഇതേപോലത്തെ കുറേ നല്ല നല്ല ബ്രീഡ്സും നല്ല ക്യൂട്ട് ഡോഗീസൊക്കെ കാണും. അതുങ്ങളൊക്കെ പിടിക്കാൻ നമുക്കിങ്ങനെ പിടിച്ചമക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അതുങ്ങളെ തൊടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പുഞ്ഞാരിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനത്തെ എന്തെങ്കിലും അടങ്ങിയിരിക്കില്ല, ഇങ്ങനത്തെ എന്തെങ്കിലും ജോബ്സ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഒരു ആപ്പ്. ആ ആപ്പ് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ, ആപ്പ് വഴി ആണ് ഞാൻ എൻ്റെ പെറ്റ് ഓണേഴ്സിനായിട്ട് കണക്റ്റ് ആവുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ ഞാനാണ് ഫിക്സ് ചെയ്യുന്നത്. അതൊരു ലോ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യം ആർക്കെങ്കിലും ഭാവിയിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. സോ പിന്നെന്തായിരുന്നു പറയേണ്ടത്? ഇവര് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. സോ ഈ ഡോഗ് സിറ്റിങ്ങിൽ മെയിനായിട്ട് ഡോഗ് ബോർഡിങ്ങും ഹൗസ് സിറ്റിങ്ങും ഡേ കെയർ വാക്കിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. ബോർഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ അവർ ഡോഗ്സിനെ കൊണ്ടുവിടും ഓണേഴ്സ്. അവർ വെക്കേഷന് ഒരു 2 മാസം ഇതുവരെ എനിക്ക് തന്നിട്ടില്ലായിരുന്നു. 2 ആഴ്ചയോ ഒരാഴ്ചയൊക്കെ അവരുടെ ഡോഗ്സിനെ നമുക്ക് തരും. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോഗ് ഇപ്പോൾ റോസീനെ ഇവിടെ തന്നു വിട്ടതുപോലെ, ഞാൻ നേരത്തെ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച റോസീനെ ഇവിടെ തന്നു വിട്ടതുപോലെ, ഓണേഴ്സ് അവരുടെ ഡോഗ്സിനെ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും. അവരെത്ര നാളത്തേക്കാണോ വെക്കേഷന് പോകുന്നത് അത്രയും നാൾ നോക്കാൻ. ഇവിടിപ്പോൾ 2 weeks മുന്നേ നിന്നതാണ്. ഇപ്പോൾ പിന്നെയും വന്ന് 1 week നിൽക്കുക. സോ ഇത് 1 week നിൽക്ക്. അങ്ങനെ അവർ ഡേറ്റ്സ് ഫിക്സ് ചെയ്ത് എൻ്റെ റേറ്റ് വെച്ചിട്ട് അവർ നമുക്ക് ഫീസും എല്ലാം തരും. സോ ഇത് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സാധനം നമ്മൾ ലൈക്ക് നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ല. ഫുഡാണെങ്കിലും ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അവരുടെ ഓണേഴ്സ് തന്നെ നമുക്ക് തരും. ജസ്റ്റ് അവരത് കൊഞ്ചിക്കുക, അവരെ രാവിലെയും വൈകുന്നേരം ഒക്കെ കൊണ്ടുപോവുക പുറത്ത്, പിന്നെ ഇതുങ്ങളുടെ കളിയൊക്കെ കണ്ടിരിക്കുക ഇഫ് യു ലൈക്ക്. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എങ്ങനെയാണ് എന്താണ് കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞു തരാം. ആസ് ഇഫ് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പോലെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഹൗസ് സെറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഓണേഴ്സിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് പെറ്റ്സിനെ നോക്കുന്നതാണ്. ആൻഡ് അത് കുറച്ച് എന്താ പറയുക ബോറിംഗ് ആയിരിക്കും. കാരണം ലക്ഷറീസ് ആയിരിക്കും, അവരുടെ അടിപൊളി വീടൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു ലൈക്ക് 1 week അവരുടെ വീട്ടിൽ താമസിക്കാം. TV എന്താ പറയുക അടിപൊളി. ഇവിടെ സമ്മറിന് നല്ല ചൂടായിരുന്നു. ഞാൻ അപ്പോൾ ആ ഒരു ഹൗസ് സിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ AC ഒക്കെ ഫുൾ സെറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഹൗസ് സിറ്റിങ്ങിന്. പിന്നെ ബോറടിക്കും, നമുക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല ഇവിടെ. ഞാനല്ലാതെ 3 other ഗേൾസും കൂടിയുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് റോസി കരയുക സംസാരിച്ച് സമയം പോവും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അതാണ് ഞാൻ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എന്നോട് തന്നെ സംസാരിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് സക്സസ് ആയാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.